എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ വലിയ ഗംഭീരമെന്ന് പറയാനില്ല, എന്നാലും ഒരു നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി തന്നെയാണെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ ജയറാമേട്ടൻ്റെ തിരിച്ചുവരവല്ല, റീലോഡഡ് വേർഷൻ എന്ന് പറയാം. പുള്ളിക്കാരൻ്റെ ഒരു പുതിയൊരു അവതാർ, അതിലോട്ട് തന്നെ പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എടുത്തു പറയേണ്ടത് ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരാളുടെ പ്രസൻസാണ്. ആ പ്രസൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ആരായിരിക്കും എന്തായിരിക്കും. അത് സ്പോയിലർ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാണ്. പക്ഷേ അത് ഗൂസ് ബംസ് മൂവ്മെൻ്റ് ആയിരുന്നു, ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. ഈ വർഷത്തെ ഏറ്റവും വലിയ ഗൂസ് ബംസ് അതാവാനാണ് സാധ്യത കൂടുതലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു പക്ക ഇമോഷണൽ ഡ്രാമയായിട്ടാണ് പോകുന്നത്. ഒരിക്കലും ഒരു അഞ്ചാം പാതിര, ഗരുഡൻ അങ്ങനത്തെ ഒരു പടങ്ങളായിട്ട് ഈ കാണാൻ വേണ്ടി ഇത് വരരുത് ദയവ് ചെയ്ത്. കാരണം അതൊരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയായിട്ടാണ് പടം പോകുന്നത്. അത് ആൾക്കാർക്ക് ഇടയിൽ ചിലവർക്കത് ഓക്കെ ആവും, ചിലവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കെന്തായാലും എൻഗേജിങ് മൂടി തന്നെയാണ് പോയത്. വലിയ ബോറൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. നല്ല ഐറ്റം തന്നെയാണ്. ഈ വർഷത്തെ ഒരു വിജയിക്കാൻ സാധ്യതയല്ല, വിജയിച്ചു എന്ന് തന്നെ പറയാം. ബാക്കിയുള്ളവർ നെഗറ്റീവ് അടിക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എന്നാലും എനിക്ക് കുറേ നാൾക്ക് ജയറാമൊക്കെ ഒരു ഏറ് പിടുത്തമുള്ള ഒരാളാണ്. പുള്ളിക്കാരൻ നടക്കുമ്പോഴെല്ലാം ഒരുമാതിരി അങ്ങനെ വൾഗറായിട്ട് പലത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൻ്റെ അകത്ത് മിഥുൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഇതുവരെ കാണാത്ത കുറേ എക്സ്പ്രഷൻസൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ എല്ലാവരും, ജഗദീഷ് ചേട്ടനാണെങ്കിലൊക്കെ ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും വെച്ചൊരു കിടു വർക്ക് തന്നെയെന്ന് പറയാം. എനിക്ക് എന്തായാലും അതിഗംഭീര മൂവി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആവറേജോ, കാരണം ഭയങ്കര ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ത്രില്ലിംഗ് മൊമെൻറ്റ്സ് തന്നെന്ന് ഞാൻ പറയില്ല. ഒരു മിനിമലായിട്ടുള്ളൊരു സ്റ്റോറി, ഒരു ഡോക്ടറാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, രൺധീർ എന്ന് പറഞ്ഞിട്ട്, നിതിൻ മാനുവലിൻ്റെ ഡയറക്ഷൻ. പക്ഷേ നമ്മൾ ഇതിലൊരു ആദ്യം ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ കുറച്ച് ക്രൈമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് തോന്നും, ഇതിൻ്റെ ചുരുളഴിയുമ്പോൾ എന്താണ് റീസൺ. അപ്പോൾ ആ റീസൺ കഥ ഫ്ലാഷ് ബാക്ക് വരുമ്പോൾ ഒരു റിവഞ്ചാണ്, അതിനെ ചൊല്ലിയാണ് ഈ ക്രൈം നടക്കുന്നത്. അത് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എപ്പോഴും നടക്കുന്ന ക്രൈമിന് ഒരു റിവഞ്ചൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നീ സൈക്കോപാത്ത് ആയിരിക്കും. ഇതിനൊരു റിവഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിക്ക് 90s ജോഷി സംവിധാനം ചെയ്ത ഒരു പടമായിട്ട് എനിക്കൊരു സാമ്യം തോന്നി. പത്മരാജൻ സ്ക്രിപ്റ്റ് ചെയ്തൊരു പടമാണ്. പടത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതുമായിട്ട് ചെറിയൊരു സാമ്യം തോന്നി. ചെറിയ ചില സ്ഥലങ്ങളിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്നാൽ ചില സ്ഥലങ്ങളിൽ ഫ്ലാറ്റായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞ കേട്ടപ്പോൾ ഒരു ക്യാമിയോ റോളുണ്ട്. അത് പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് ഇത്രയും സ്പ്രെഡ് ചെയ്യേണ്ടായിരുന്നു. അതായത് ഫാൻസുകാരൊക്കെയാണ് സ്പ്രെഡ് ചെയ്തത്, അല്ലാതെ സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടില്ല. അവർ മാക്സിമം ആ ഒരു ക്യാമിയോ റോളിനെ മറച്ചു വയ്ക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ആ ഒരു ക്യാമിയോ റോള് നമുക്ക് എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്ക് നമുക്കറിയാം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും. ആ വരുന്ന മോമെൻറ്റ്, ആ ഫേസ് കാണിക്കുന്ന സീൻ അടിപൊളിയായിരുന്നു, ഭയങ്കര ഗൂസ് ബമ്പൊക്കെ ആയിരുന്നു. പക്ഷെ തുടർന്ന് അങ്ങോട്ട് പുള്ളിയിലാണ് കഥ പോകുന്നത്. ഭയങ്കര ഒരു ഇമ്പാക്റ്റ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ പുള്ളി ആ റോൾ ചെയ്തത് നിതിൻ മാനുവലിൻ്റെ ഒരു ഗുഡ് ഐഡിയ ആണ്. കാരണം ഈ പടത്തിനെ ഒന്ന് എലവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി ആ ഒരു കാസ്റ്റിംഗ് വെച്ചത്. അത് കൊള്ളാം. ആ നടൻ ആ റോൾ ചെയ്തതിനും കൈയടിക്കണം. കാരണം പുള്ളി കുറേ കിടില റോളുകൾ ഇപ്പോൾ അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റോള്, ക്യാമിയോ റോൾ ചെയ്തതിനും കൈയടിക്കണം. പിന്നെ ജയറാമിൻ്റെ ഒരു ഈ ഇടയ്ക്ക് വന്നതിൽ, ഈയിടെയെന്നല്ല കുറച്ച് നാളിന് ശേഷം വന്നതിൽ ഒരു ഡീസൻറ്റ് മലയാളപ്പടം. ജയറാം ഒരു എന്താ പറയുക, വിഷാദ രോഗമൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്, ഇൻസോമിനിയൊക്കെ. അത് ആ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക്ഡ്രോപ്പ് നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മെമ്മറീസിൽ പൃഥ്വിരാജ്, വില്ലനിൽ മോഹൻലാലൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ അതും എനിക്ക് ചില സിനിമകളിൽ കണ്ട ഒരു ഭയങ്കര ഫ്രഷ് ടീമൊന്നും അല്ല, ഒരുപാട് സിനിമകളിൽ കണ്ട സാധനം തന്നെ. പക്ഷെ നമുക്ക് ജസ്റ്റ് വാച്ചായിട്ട് ഓക്കെ വൺ എന്നുള്ള രീതിയിൽ പറയാം. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ഓക്കെ വൺ എന്ന് പറയാം. അല്ലാതെ ഒരു ഭയങ്കര ഇമ്പാക്റ്റ് പടം അങ്ങനെയൊന്നുമില്ല. ഈ ക്യാമിയോ റോളിനെ കുറിച്ചൊന്നും നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇമ്പാക്റ്റ് തോന്നും കേട്ടോ. ആ ഒരു വരുമ്പോൾ ഈ ആൾ ഈ ക്യാമിയോ റോൾ ചെയ്ത് ഇതാണോ സംഭവം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലിംഗ് തോന്നും. ജസ്റ്റ് എന്നെ സംബന്ധിച്ചൊരു ആവറേജ് ഓക്കെ.